And Freeman strikes the ball. Will that be carried? Oh, he has taken it. He has taken it in hand. ഫൈനലിലെ ആദ്യ പന്ത് കഥ പറഞ്ഞു തീർത്തത് ഒരു കരച്ചിലിന്റെ രൂപത്തിൽ ബാറ്റിംഗ് ഡഗൌട്ടിൽ അലയടിക്കുമ്പോൾ സന്തോഷത്തിന്റെ പുഞ്ചിരികൾ വിരിച്ചുകൊണ്ട് ചലഞ്ചേഴ്സ് ഉദയഗിരി പറഞ്ഞു വിടുന്നു പ്രേമനെ. വൈഡിലെറിഞ്ഞു തുടങ്ങിയാൽ അഷ്കറിന്റെ ഓവറെങ്കിൽ ആ പന്തിനെ ലീഗലായി കൗണ്ട് ചെയ്യുമ്പോൾ പ്രേമൻ എന്ന ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർക്ക് ബാറ്റിംഗ് ഡ്യൂട്ടീസ് അവസാനിപ്പിച്ചിട്ട് കൗട്ടിലേക്ക് മടങ്ങി എത്തേണ്ട സമയമാകുന്നു. Early departure of Freeman at this stage of one. Scoreboard is on 1 wicket losses. Shot on air and catches the call. And taken. Number 2 down. Opening combination വന്ന രണ്ടുപേരെയും പുറത്താക്കിക്കൊണ്ട് ആദ്യ ഓവറിൽ കഥ പറയുന്നു. ഇടങ്കയ്യന്മായ ജാലക്കാരന്റെ മാന്ത്രിക പന്തുകൾ ബാറ്റേഴ്സിന് മുന്നിലേക്ക് എത്തുമ്പോൾ മറുപടി പറയാൻ പറ്റാതെ 2 വിക്കറ്റുകൾ 4 റൺസിന് ഒരു മടക്ക ടിക്കറ്റ് കൊടുക്കുന്നു. ഫൈനൽ ഇന്ത്യ ഈ ഓവറിൽ തന്നെ ബൗളറായ അഷ്കറിന്റെ ഒരു ബ്രില്യന്റ് ബൗളിംഗ് സ്പെൽ. Shot number 1, that's on air. And takes it with perfection. വിനോദ് കയ്യില്ല. ശ്രീരാഗ് കുഞ്ഞൻ അന്ത്യവിശ്രമം ചാലിച്ചുകൊണ്ട് മറ്റൊരു വിക്കറ്റിന് മുന്നിൽ പിടികൊടുത്തുകൊണ്ട് മത്സരത്തിന്റെ കൈപിടിലൊതുക്കുന്ന ഉദയ സൂര്യനായി എത്തുന്ന ശ്രീരാഗ് കുഞ്ഞനെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞയച്ചുകൊണ്ട് ചലഞ്ചേഴ്സ് ഉദയഗിരി. Clever bowling, excellent execution of a start from the bowling side. സ്കോർ ബോർഡിൽ 1.3 ഓവർ പിന്നിടുമ്പോഴേക്കും 6 റൺസുകൾ കൂട്ടിച്ചേർക്കുന്നു. 3 വിക്കറ്റുകൾ 6ന്റെ പകുതിയിട്ട് എത്തുന്നു ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ 10 വിക്കറ്റുകളിൽ ആദ്യ 1.3 ഓവറുകളിൽ 3 വിക്കറ്റ് നഷ്ടമാകുമ്പോൾ സ്കോർ ബോർഡിലുള്ള 6 റൺസുകൾ ഇനി ഫൈനൽ മത്സരത്തിന്റെ ജേതാക്കളാകുവാൻ ഫസ്റ്റ് ഇന്നിംഗ്സിൽ വലിയൊരു ടോട്ടൽ തന്നെ പടുത്തുയർത്തണമെങ്കിൽ ടോപ്പ് ഓർഡർ shot here on air, catches the call, fielder comes and collects. Papi the fielder completing innings in ആദ്യ 6 അടിച്ചവനെയും പാപ്പിയുടെ കൈകളിലേക്ക് എത്തിക്കുമ്പോൾ 4ാം വിക്കറ്റും നഷ്ടമാകുന്നു. വിക്കറ്റ് നമ്പർ 4 ഡൗൺ. 4 ബാറ്റേഴ്സിനെ പുറത്തോട്ട് മടക്കുന്നു. അതും ഒരു ഗ്രാൻഡ് ഫൈനലിൽ. What a dream start, I would say. സ്വപ്നതുല്യമായ തുടക്കം ടീമിന് വേണ്ടി സമ്മാനിക്കുന്നു. Definitely, Challenges Udayagiri is making a challenge in front.